PSC പരീക്ഷയുടെ പ്രത്യേക ഗണിത പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. ലാഭവും നഷ്ടവും എന്ന യൂണിറ്റിൽ നിന്നുള്ള മൂന്നാമത്തെ ഭാഗമാണ്. വിറ്റ വില കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഭാഗത്തിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യം 2 ചോദ്യവും എന്താണെന്ന് നോക്കാം. രാമു 4000 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി 15% നഷ്ടത്തിന് വിറ്റു. വിറ്റ വില എത്ര? ഓപ്ഷൻ എ 3500, ബി 2400, സി 3400, ഡി 3085. രണ്ടാമത്തെ ചോദ്യം ഇതിലെ ഒരാൾ 1400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ 10% ലാഭത്തിന് വിറ്റു. വിറ്റ വില എത്ര? ഈ 2 ചോദ്യവും 2 വ്യത്യസ്ത PSC പരീക്ഷയ്ക്ക് ചോദിച്ചത് തന്നെയാണ്. 2ന്റെയും കഥാപാത്രങ്ങൾ സൈക്കിളാണ്. ഓക്കെ, വിറ്റ വിലയാണ് കാണേണ്ടത്, ഇതിലും വിറ്റ വിലയാണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ 10% ലാഭവും ഇവിടെ 15% നഷ്ടവുമാണ്. ഒന്ന് 15% നഷ്ടം, രണ്ടാമത്തത് 10% ലാഭം. ഇപ്പൊ 2 വ്യത്യസ്ത രീതിയിലാണ്, ഒരേ ചോദ്യമാണ്, വിറ്റ വിലയാണ് കാണേണ്ടത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാം. എന്താ? 4000 രൂപക്ക് സൈക്കിൾ വാങ്ങി. അപ്പൊ വാങ്ങിയ വില 4000 ഗുണിക്കണം, ഇത് വാങ്ങിയ വിലയാണ്, ഗുണിക്കണം എന്താണ്? 15% നഷ്ടത്തിനാണ്. 15% നഷ്ടമാകുമ്പോൾ നമ്മള് വാങ്ങിയതിനേക്കാളും കുറവായിരിക്കുമല്ലോ വിറ്റത്, അല്ലേ? എത്ര ശതമാനം? 15%. അതായത് 85% കാണേണ്ടത്. 4000 ഗുണിക്കണം 85/100. ഇതിൽ 4000 എന്നത് വാങ്ങിയ വില, 85% എങ്ങനെ കിട്ടി? അത് ഇവിടെ എവിടെയും തന്നിട്ടില്ല. പക്ഷേ നഷ്ടശതമാനം 15 ആകുമ്പോൾ നാം വിറ്റ വില കാണാൻ 100ൽ നിന്ന് 15 കുറച്ചു. അതാണ് 85%. 85/100. ഇനി ഇത് കണ്ടാൽ മതി, ഇതും പോയി. അടുത്തെന്താ? 85നെ 40 കൊണ്ട് ഗുണിക്കാം. 40 കൊണ്ട് ഗുണിച്ചാൽ 3400 രൂപ. ഓപ്ഷൻ സി. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടുപിടിക്കാം. ഒരാൾ 1400 രൂപക്ക് വാങ്ങിയ വില 1400 രൂപ ഗുണിക്കണം എന്താ? 10% ലാഭമാണ്. ഇവിടെ 15% നഷ്ടമാകുമ്പോൾ നാം 85/100 കൊണ്ട് ഗുണിച്ചു. 10% ലാഭമാണെങ്കിലോ 100ന്റെ കൂടെ 10 കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ എന്ത് കിട്ടും? 110/100. 2 0 പോട്ടെ, താഴെയും മുകളിലും. ഓക്കെ, ഇനി 11 ഗുണിക്കണം 14 എത്രയാ? 154. ഈ 0 എത്രയാ? 1540 രൂപയാണ് ഉത്തരം. ഓപ്ഷൻ സി. ഓക്കെ.